ഞാൻ കേട്ട ദൈവശബ്ദം ഇതാണ്. ആ ദൈവശബ്ദത്തിന്റെ പുറകിലുള്ള അന്വേഷണത്തിലും പ്രാർത്ഥനയിലുമാണ് ഈ പ്രാരംഭ ഡെലിവറൻസ് മെസ്സേജ് ഞാൻ റിലീസ് ചെയ്യുന്നത്. കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജനം നഷ്ടമായതിനെ തിരിച്ചു പിടിക്കും. എൻ്റെ ജനം നഷ്ടമായതിനെ തിരിച്ചു പിടിക്കും. അപ്പോ എനിക്കത് പോരാ. കാരണം എനിക്ക് അത് ഉറപ്പിക്കണമെങ്കിൽ എനിക്ക് വചനം വേണം. ദൈവത്തിൽ നിന്ന് കേൾക്കുന്ന ശബ്ദത്തെ ഞാൻ സംശയിക്കുന്ന ആളല്ല. ഞാൻ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതൊരു കൊച്ചു കുഞ്ഞു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കുന്ന ആളാണ്, സ്വീകരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കെപ്പോഴും അടിസ്ഥാനം എന്ന് പറയുന്നത്, അതിന് ബേസ് എന്ന് പറയുന്നത് ഈ ദൈവവചനമാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പരിശുദ്ധാത്മാവ് 1 ശമൂവേലിലേക്ക് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ 30-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ വചനം കർത്താവ് വായിക്കുവാൻ ആവശ്യപ്പെട്ടു. അത് ദൈവദാസൻ വായിക്കും. എന്നാറെ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും എന്ന് അരുളപ്പാടുണ്ടായി. സംഭവം ഇതാണ്. അമാല്യോക്യർ സിക്ലാഹിനെ ആക്രമിക്കുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 29-ാം അധ്യായത്തിൽ ഫെലിസ്ത്യർ ആക്രമിക്കുവാൻ കടന്നു വന്നപ്പോൾ ഒരു മിസ്രൈമ്യ ബാലകനെ ദൈവം അവിടെ ഉപയോഗിച്ച് ഫെലിസ്ത്യന്റെ ആക്രമണത്തിൽ നിന്നും ദാവീദിനെയും കൂട്ടത്തെയും ദൈവം വിടുവിച്ചു. 30-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അത് തുടങ്ങുന്നത് ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഹിലെത്തിയപ്പോൾ അമാല്യോക്യർ തെക്കേ ദേശവും സിക്ലാഹും ആക്രമിച്ച് സിക്ലാഹിനെ ജയിച്ച് അതിനെ തീ വെച്ച് ചുട്ടുകളഞ്ഞു. അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ടൈമിൽ, പ്രതീക്ഷിക്കാത്ത നേരത്ത്, പ്രതീക്ഷിക്കാത്ത സമയത്ത് ശത്രുപാളയം അമാല്യോക്യർ എരച്ചു കീറി പൊടും നനവേ സിക്ലാഹിലെത്തി തെക്കേ ദേശം മുഴുവനും അവർ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയല്ല, ഇനി ഒരിക്കലും ആ പട്ടണം നന്നാകാതിരിക്കാൻ, അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാകാതിരിക്കാൻ, ഇനി ആരും അവിടെ രക്ഷപ്പെടാതിരിക്കാൻ ആ പട്ടണത്തെ തന്നെ തീ വെച്ച് അങ്ങ് ചുട്ടുകളഞ്ഞു. 4-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. നഷ്ടത്തെ കണ്ട്, തകർച്ചയെ കണ്ട്, നഷ്ടങ്ങളെ കണ്ട്, പ്രതിസന്ധികളെ കണ്ട്, എല്ലാം ഉടഞ്ഞ് തകർന്നു കിടക്കുന്ന കാഴ്ച കണ്ട് അതിനെ വീണ്ടെടുത്തവൻ, അതിൻ്റെ ഉടമസ്ഥൻ, അതിൻ്റെ അധികാരി, ആ പട്ടണത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ബലമില്ലാതാകുവോളം ഉറക്ക കരഞ്ഞെന്ന് പറഞ്ഞാൽ കരഞ്ഞ് 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 തളർന്നു. പക്ഷേ ആ കരച്ചിൽ അവിടെ കൊണ്ടും തീരുന്നില്ല. 5-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ദാവീദിന്റെ ഭാര്യമാരെയും അവർ പിടിച്ചു കൊണ്ടുപോയി. 6-ാമത്തെ വാക്യത്തിൽ വരുമ്പോ ദാവീദ് വലിയ കഷ്ടത്തിലായി. എന്തായിരുന്നു ദാവീദിന്റെ കഷ്ടത? എല്ലാം നഷ്ടപ്പെട്ടവന്റെ വേദന. ഇന്ന് പകലിൽ എനിക്കറിയത്തില്ല ദൈവം ഇങ്ങനെ സംസാരിക്കുന്ന എന്നാന്ന്. എല്ലാം നഷ്ടപ്പെട്ടവനൊരു വേദനയുണ്ട്, നഷ്ടപ്പെട്ടവനൊരു പ്രയാസമുണ്ട്. നഷ്ടപ്പെട്ടവന്റെ വേദനയെ അറിയുന്ന ദൈവം, നഷ്ടത്തെ കാണുന്ന ദൈവം, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കേണ്ടത് ചിലത് ശത്രു കവർന്നു കൊണ്ടുപോയെങ്കിൽ
നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ ആരാധനയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ഭാര്യയെ, നിന്റെ തലമുറയെ, നിന്റെ സമ്പത്തിനെ, നിന്റെ ആരോഗ്യത്തെ അമാല്യോക്യം തകർക്കാൻ ശ്രമിക്കുന്നെങ്കിൽ, അതിന്റെ മധ്യയിൽ അയ്യം വിളിച്ച് നിലവിളിച്ച് ബലമില്ലാതാകുവോളം നീ കരയുന്നെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് നിന്നോട് അറിയിക്കുകയാണ്. ബൈബിൾ പറയുന്നു ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സിക്ലാഗ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. തെക്കേദേശം കത്തിച്ചു കളഞ്ഞിരിക്കുന്നു. സ്വന്തം ഭാര്യയെ വരെ ശത്രു പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു. നഷ്ടങ്ങളുടെ, തകർച്ചകളുടെ നീണ്ട പട്ടിക ദാവീദിന്റെ മുൻപിൽ നിൽക്കുന്നു. ചുറ്റും നോക്കാൻ ഒന്നുമില്ല, ചാമ്പൽ കൂമ്പാരങ്ങൾ മാത്രം. ആശ്വസിപ്പിക്കാൻ ഭാര്യയില്ല, ആശ്വസിപ്പിക്കാൻ ആരെയില്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് 6-ാമത്തെ വാക്യത്തിൽ, ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെ പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. തന്റെ കൂടെ നിന്നവർ വരെ തനിക്കെതിരായി, എല്ലാവരും എതിരായി, ഒപ്പം നിന്നവർ എതിരായി. ഞാൻ ഇത് മെസ്സേജ് പറയുമ്പോ ഇത് ദാവീദിന്റെ മാത്രം അനുഭവമല്ല, എന്നെ കേൾക്കുന്ന ചിലരുടെ അനുഭവമാണ്. ഒപ്പം നിന്നവർ നിനക്കെതിരായി. നിന്റെ കൺമുൻപിൽ വെച്ച് നീ അനുഭവിക്കേണ്ട പലതും ശത്രു തകർത്തെറിഞ്ഞു. നീ വല്ലാതെ കരയുന്നു, നിന്റെ മനസ്സ് വല്ലാതെ നീറുന്നു. പക്ഷെ അവിടെ ഞാൻ വേദപുസ്തകം വായിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ മോട്ടിവേഷൻ മെസ്സേജ്, the one of the best motivation message in this Bible. The Bible says, but David strengthened himself in the Lord is God. ഒരു പാസ്റ്റർ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു പ്രവാചകൻ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു പ്രസംഗകൻ വന്നവനെ ബലപ്പെടുത്തുവല്ല, ഒരു ഷോർട്ട് മെസ്സേജ് കേട്ട് ബലപ്പെടുകയല്ല, ഒരു പാട്ട് കേട്ട് ബലപ്പെടുകയല്ല. അവന്റെ ദൈവമായ യഹോവയിൽ അവൻ തന്നെ താൻ ബലപ്പെടുകയാണ്. നിങ്ങൾക്കതിന് കഴിയുമോ? The one of the best motivation message. ഒരാൾ നമ്മളെ താങ്ങി തരാനുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. ഒരാൾ നമ്മളെ എൻകറേജ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്കതൊരു ബലമാണ്. ഒരാൾ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ അത് നമുക്കൊരാശ്വാസമാണ്. ഒരാൾ നമ്മളെ പുകഴ്ത്താനുണ്ടെങ്കിൽ അതൊരു പ്രചോദനമാണ്. പക്ഷെ സകലതും തകർന്നടിയുമ്പോ, ഭാര്യയില്ല, മക്കളില്ല, കൂട്ടുവേലക്കാരില്ല, ഒരുത്തനും ഒപ്പമില്ല. പിടിച്ചെടുത്തത് മുഴുവൻ തവിടുപൊടിയായി ഒറ്റയ്ക്ക് ചാമ്പൽ കൂമ്പാരത്തിന്റെ മേളിലിരുന്ന് അലമുറയിട്ട് കരയുമ്പോൾ നിനക്ക് നിന്നെ തന്നെ ബലപ്പെടുത്താൻ കഴിയുന്ന ഒരാത്മമണ്ഡലം ഇന്ന് പകൽ തുറക്കപ്പെടട്ടെ. ഇന്ന് പകൽ സഭയോട്, ഓൺലൈൻ മെസ്സേജിൽ കാണുന്നവരോട് ആത്മാ പറയുന്നു, നിന്റെ ജീവിതത്തിന്റെ കരീത്തുകളുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ ഗതശമനയുടെ നടുവിൽ, നിന്റെ ജീവിതത്തിന്റെ സിക്ലാഹുകളുടെ നടുവിൽ, ഒരു വ്യക്തികളെ നീ കാണാതിരിക്കുമ്പോഴും നിനക്ക് തന്നെ താൻ നിന്റെ ദൈവമായ യഹോവയിലും തന്റെ വചനത്തിലും ബലപ്പെടുവാൻ കഴിയുന്ന ഒരു ആത്മബലം, ഒരു പ്രാർത്ഥനാ ജീവിതം നിനക്കുണ്ടാകട്ടെ. ഞാനിപ്പോൾ വായിച്ചത് ESV ആണ്. KJV എന്ന് പറയുന്നത് കുറച്ചുകൂടെ കട്ടിയായതുകൊണ്ടാണ് ഞാനത് നോക്കാതിരുന്നേ. KJV എഴുതിയിരിക്കുന്നത്, but David encouraged himself in the Lord is God. പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്തില്ല, എൻ്റെ ഭാര്യ എന്നെ എൻകറേജ് ചെയ്തില്ല, എൻ്റെ ഭർത്താവ് എന്നെ എൻകറേജ് ചെയ്തില്ല, ആരും എന്നെ ഒന്ന് എൻകറേജ് ചെയ്തില്ല. But the Bible says that David encouraged himself. In the Lord of the God. ഇതുള്ളവന് വേറെ ആരുടെ ഒരു എൻകറേജ്മെന്റ് വേണ്ട.
ഇത് തിരിച്ചറിയുന്നവർക്കായി ഞാൻ നിനക്ക് ഇതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം. നിനക്കിതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം. നിനക്കിതില്ലാതെ പോയതാ നിന്റെ പ്രശ്നം. നിനക്ക് ദൈവത്തോട് ബന്ധമില്ലാതായി പോയതാ നിന്റെ പ്രശ്നം. ഡെസ്പാണോ? ആണോ? ഡെസ്പാണോ? സഹോദരിമാരെ നോക്കട്ടെ, ഡെസ്പാണോ? എന്താ സിക്ലാഹൊക്കെ കത്തി നിൽക്കുകയാണല്ലോ, എല്ലാരും വിട്ടേച്ച് പോയല്ലോ, കൊടുത്ത കൈക്ക് അടി കിട്ടിയല്ലോ, എൻകറേജ് ചെയ്യേണ്ടവന് നിന്നെക്കുറിച്ച് അപവാദം പറയുകയാണല്ലോ, പിന്നെന്താ ഒരു വാട്ട ഇല്ലാത്ത? ഇനി എല്ലാരും ചെവി ഓർന്ന് കേട്ടോ, ഇങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ മോനെ, ഇങ്ങനെ ഒരു കാര്യമുണ്ട്. ഇതാണ് ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. അടുത്ത ഭാഗം, ദാവീദ് ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ട് കഴിഞ്ഞിട്ട് 7-ാമത്തെ വാക്യം എന്നറിയോ? 6-ാമത്തെ വാക്യത്തിലാണ് ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആരും ധൈര്യപ്പെടുത്തിയതല്ല, ധൈര്യപ്പെട്ടു. പരിശുദ്ധാത്മാവേ, വല്ലാതെ ഒലയുന്നവർ ഇതിൽ ഇരിപ്പുണ്ട് അപ്പച്ച. ഇങ്ങനെ മനസ്സിങ്ങനെ ഭയങ്ങൾ കൊണ്ടും എന്തൊക്കെയോ രോഗഭയങ്ങൾ കൊണ്ടും മക്കൾ കുഞ്ഞുങ്ങളുടെ ഭാവിയെ ഓർത്തുള്ള ആകുലതകൾ കൊണ്ടും സാമ്പത്തിക വിഷയങ്ങളെയും ശുശ്രൂഷാ മേഖലകളെയും ഭാവിയെ ഓർത്തുള്ള ചില ചിന്തകൾ കൊണ്ടും വല്ലാതെ പിശാച് അവരുടെ മനസ്സിനെ ഒലയ്ക്കുന്നെങ്കിൽ, കർത്താവിന്റെ അഭിഷിക്തൻ എന്ന സ്ഥാനത്ത് നിന്ന്, അങ്ങയുടെ ദാസൻ മകൻ എന്ന സ്ഥാനത്ത് നിന്ന്, അവിടുത്തെ ഭൃത്യൻ എന്ന സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ഇവർക്ക് തന്നെ ബലപ്പെടാനുള്ള ഒരു സാധ്യതയുടെ വാതിൽ ഈ സഭായോഗത്തിൽ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. മോനെ, ദാവീദ് പ്രാർത്ഥിച്ചു, തന്റെ ദൈവമായ യഹോവയിൽ താൻ ബലപ്പെട്ട് കഴിഞ്ഞ ഉടനെ ദാവീദ് എന്തോ അന്വേഷിച്ചത്? 7-ാമത്തെ വാക്യത്തിൽ ദാവീദ് അബീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട്, എഫോദ് എവിടെ? കൊണ്ടുവരിക. He's a king. He's commanding. Where is my ephod? Give me that. എന്തോ എഫോദ് എന്ന് പറഞ്ഞാൽ? ഹോളി ഗാർമെന്റ്, വിശുദ്ധ വസ്ത്രം. പ്രാർത്ഥനാ സമയത്ത് മാത്രം പുരോഹിതന്മാരും വിശുദ്ധന്മാരും ധരിക്കുന്ന വസ്ത്രമാണ് എഫോദ്. ചാമ്പൽ കൂമ്പാരങ്ങളുടെ നടുവിൽ നിന്ന്, നഷ്ടങ്ങളുടെ നടുവിൽ നിന്ന് എഫോദ് അന്വേഷിക്കുന്ന അഭിഷിക്തൻ. പ്രാർത്ഥനയുടെ കാർപ്പറ്റ് എവിടെയെന്നാ ചോദിക്കുന്നേ? Where is my holy garment? അബ്യാഥാർ എഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതങ്ങോട്ട് ഇട്ടേച്ചും എഫോദ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി ലൈവായി. എഫോദ് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ലൈവായി. എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും, എത്ര വെല്ലുവിളി ഉണ്ടെങ്കിലും, അങ്ങോട്ട് പാ വിരിച്ചിട്ട് പ്രാർത്ഥനാ മുറിക്കകത്തോട്ട് കയറി കഴിഞ്ഞാൽ സംഭവം ലൈവാവും. എന്നിട്ട് ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവയോട് ദാവീദ് 8-ാം വാക്യം, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണോ? എന്റെ മുഴുവൻ നന്മകളും കൊണ്ടുപോയ ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണോ?
ഞാൻ അതിൻ്റെ പുറകെ പോണോ? ഞാൻ അതിനെ എത്തിപ്പിടിക്കണോ? ദൈവം പറയുന്നു, പിന്തുടരുക, എത്തിപ്പിടിക്കുക. നിനക്ക് നഷ്ടമായതെല്ലാം നീ തിരിച്ചു പിടിക്കും. തുടങ്ങിക്കോ. നിന്റെ ആരാധന, നിന്റെ പ്രവചനം, നിന്റെ ദൂത്, നിന്റെ അഭിഷേകം, നിന്റെ തലമുറ, നിന്റെ സാമ്പത്തികം, നിന്റെ ഭവനം, ഇവിടെ നിങ്ങൾ ദാവീദിന്റെ ഒരു ക്വാളിറ്റി ശ്രദ്ധിച്ചോ? പ്രധാനപ്പെട്ട 2 ക്വാളിറ്റികൾ. ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത്, പ്രതിസന്ധിയുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ തന്നെത്താൻ ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവത്തിൽ ബലപ്പെടാനുമുള്ള മനോഭാവം. രണ്ടാമത്തെ ക്വാളിറ്റി, ഗുണം, പ്രതികൂലത്തിന്റെ നടുവിൽ പിറുപിറുക്കേണ്ടവൻ, പരാതി പറയേണ്ടവൻ, പലരെയും പഴിക്കേണ്ടവൻ ഏഫോദ് അന്വേഷിച്ചത് ഒരത്ഭുതമാണ്. 3, കുതിരയും എടുത്തോണ്ട് വാളും എടുത്തോണ്ട് ഞാൻ രാജാവാ കാണിച്ചടാ എന്നും പറഞ്ഞിങ്ങ് പോവുകയല്ല. ദൈവത്തോട് ആലോചന ചോദിക്കുന്നു. ഞാൻ പോണോ? ഞാൻ പിടിക്കണോ? നീ പറയുന്നതിന് ഞാൻ സ്റ്റെപ്പ് വയ്ക്കും. ആരേലും ഉണ്ടോ ഈ തലമുറയിൽ? അങ്ങനെ ആരേലും ഉണ്ടോ ഇവിടെ? ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് പകലുണ്ടെങ്കിൽ ഈ സഭായോഗം നിന്റെ കാതുകളിൽ മുഴക്കുന്ന ദൈവ ശബ്ദത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമേ, ഞാൻ വീണ്ടും ഒന്നുകൂടെ ട്രൈ ചെയ്യണോ? നിങ്ങൾ ആ കോൺവെർസേഷൻ ശ്രദ്ധിച്ചോ? ഏഫോദ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ലൈവായി. ആ കോൺവെർസേഷൻ ശ്രദ്ധിച്ചോ? ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണോ? എത്തിപ്പിടിക്കണോ? ഒന്നുമില്ലാത്ത എനിക്ക്, ഞാനങ്ങ് കൊച്ചു പയ്യനായിട്ടിരിക്കുമ്പോഴേ ഏലാ താഴ്വര എന്ന് പറഞ്ഞൊരു താഴ്വരയിൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ ഫെലിസ്ത്യനും മല്ലനുമായ ഗോലിയാത്തും അവന്റെ സഹോദരങ്ങളും ഒന്നിച്ചാർത്ത് വിളിച്ചു വെല്ലുവിളിക്കുമ്പം അന്ന് ഞാൻ രാജാവോ പുരുഷനോ ഒന്നും അല്ലായിരുന്നു, കേവലം ബാലകനായിരുന്നു. തോട്ടിന്ന് മിനുസമുള്ള 5 കല്ലെടുത്ത് പോക്കറ്റിനകത്തിട്ട് അങ്ങോട്ട് പ്രാർത്ഥിച്ച് അതിൽ ഒരെണ്ണം കവണയ്ക്കകത്ത് വെച്ച് കറക്കി ഒറ്റ എറിഞ്ഞപ്പോ ഫെലിസ്ത്യന്മാരെ മുഴുവൻ നിലം പരിചാക്കിയ കർത്താവേ, ഞാൻ പോണോ? മുൻകാലങ്ങളിൽ എനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവമേ, എനിക്ക് ഇന്നും അറിയാം നീ പ്രവർത്തിക്കുമെന്ന്. ദൈവത്തിന്റെ ആത്മാവ് സഭയോട് അറിയിക്കുന്നു. ദൈവത്തിൽ ബലപ്പെടുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആശമാണ്. എന്തൊക്കെയോ ചില സാഹചര്യങ്ങളും കണ്ട് പഴിയും പറഞ്ഞ് പിറുപിറുത്ത് പള്ളിയിലും വരാതെ വീട്ടിയിരിക്കുന്ന നിന്നോടല്ല, ഒന്നുകൂടെ പറയാൻ കർത്താവ് പറയുന്നു.
എന്തൊക്കെയോ ചില സാഹചര്യങ്ങൾ കണ്ട് വീണുപോയ ചില ഇസബേലുമാരുടെയും വീണുപോയ ചില ശൗലുമാരുടെയും വാക്കുകളുടെ നടുവിൽ ആമീൻ, അങ്ങ് തളർന്നു പോയ നിന്നോടല്ല, ഇന്ന് പകൽ വചനത്തിൽ ബലപ്പെട്ട ആത്മാവിൽ ജീവിക്കുന്ന നിന്നോട് കർത്താവ് അറിയിക്കുന്നു, നീ തിരിച്ചു പിടിയും. ഞാൻ ഈ സാധാരണ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴേ അതോടെ കൂട്ടത്തിൽ പറയാൻ കർത്താവ് പറയുന്നു, ഈ ആൾക്കാരെ, സഭാവിശ്വാസികളെ മുന്നോട്ട് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ സഭയിലെ അവരുടെ ദൈവദാസനെയും കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഞാൻ അങ്ങനെ ചെയ്യും. കാരണം അവർക്ക് മീതെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന ഒരാത്മീക അധികാരി റിലീസ് ചെയ്യുന്ന ബ്ലസ്സിംഗ് പോലെ വന്ന ഗസ്റ്റ് മിനിസ്റ്റർ റിലീസ് ചെയ്താൽ അതിനകത്തായിരിക്കും ആൾക്കാരുടെ ചാട്ടമൊക്കെ. പക്ഷേ ഒന്നി നീ ശരി, പുസ്തകം തെറ്റ്, അല്ലേ പുസ്തകം ശരി, നീ തെറ്റ്. ഇതിലേതേലും ഒന്നേ ശരിയാവും. വീണ്ടും ആവർത്തിക്കുന്ന കർത്താവ്, നീ നിശ്ചയമായും എത്തിപ്പിടിക്കും. ഇത് നമുക്ക് ഇല്ലാത്ത ഒന്നാണ്, ഉറപ്പ്. പക്ഷെ ദൈവത്തിന് ഉള്ള ഒരു പ്രത്യേകത ഇതാണ്, നിശ്ചയമായും നീ എൻ്റെ മുഖം അന്വേഷിച്ചെങ്കിൽ, കേട്ടെ മൊത്തം കേട്ടെ, എൻ്റെ വചനം അനുസരിച്ചെങ്കിൽ എൻ്റെ ദൈവം നിന്നെ മാനിക്കും. എന്തുവാ മാനിക്കും എന്ന് പറഞ്ഞു? എന്നതാ മാനിക്കും എന്ന് പറഞ്ഞു? വില കൂടിയ വസ്ത്രമാണോ? ആണോ? ദൈവം തരുന്നെങ്കിൽ ഇട്ടോ. ദൈവം തന്നിട്ട് ഇടാതിരിക്കില്ല. കർത്താവ് നിനക്ക് നല്ല ഉടുപ്പേ തരുന്നുള്ളൂ, എന്തോ ചെയ്യാനാ? ഇട്ടോണം. ഇന്നത്തെ ഈ സഭായോഗത്തില് ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവവും നീയുമായിട്ടുള്ള ബന്ധത്തിന്റെ ആഴമാണ്. ഇവിടെ ഭാര്യയില്ല, പിടിച്ചോണ്ടുപോയി. കൂട്ടുവേലക്കാര് കൈ കല്ലുമെടുത്ത് വെച്ചോണ്ടിരിക്കുക എറിയാൻ. നേടിയെടുത്തതെല്ലാം ചാമ്പൽ കൂമ്പാരമായി. വെളിയിലിറങ്ങിയ തീർത്ത് കളയാൻ ആൾക്കാർ നിപ്പുണ്ട്. അവിടെ ബലപ്പെടണമെങ്കിൽ, ഏഫോദ് അന്വേഷിക്കണമെങ്കിൽ, ദൈവശബ്ദം കേൾക്കണമെങ്കിൽ, ദൈവത്തോട് ആലോചന ചോദിക്കണമെങ്കിൽ, ആ മനുഷ്യന് ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ ആഴം എത്രയായിരിക്കും? അങ്ങനെയുള്ളവരുടെ മുഖം കണ്ടാൽ അറിയാം. മുഖം കണ്ടാൽ അറിയാം, അവരുടെ ആറ്റിറ്റ്യൂഡിൽ അറിയാം. ഓക്കെ, ഞാൻ വരിക, ഞാൻ മറ്റേ ഭാഗത്തിലോട്ട് പോകണില്ല. 11-ാമത്തെ വാക്യത്തിൽ അവൻ വഴിയിൽ വെച്ചൊരു മിസ്രൈമിനെ കണ്ടു. ഇനി ആ 11-ാമത്തെ വാക്യത്തിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് അവനോട് പറഞ്ഞത്, ഭയങ്കര ടാണായിരുന്നത്. പറയോ, തിരിവ്. എന്തുവാ? തിരിവ്. ഈ ട്രാഫിക് ബ്ലോക്കിൽ അകപ്പെട്ടേച്ചും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായപ്പം വണ്ടി തിരിച്ചവരിവിടെ ഇരിപ്പുണ്ടോ? ബൈ റൂട്ട് എടുത്ത് പോയവരിവിടെ ഉണ്ടോ? ഇല്ലേ? ഇനി അത് പ്രാർത്ഥിച്ച് കണ്ടുപിടിക്കണോ?
ഞാൻ പോയ വഴി റോങ് ആണെന്ന് മനസ്സിലായപ്പോൾ വണ്ടി തിരിച്ചവരിവിടെ ഇരിപ്പുണ്ടോ? ഉണ്ടോ? ആ തിരിവല്ലേ നിങ്ങളെ കറക്റ്റ് സ്ഥലത്ത് എത്തിച്ചേ? ആണോ? ഏതൊക്കെയോ വഴികളിലൂടെ യാത്ര ചെയ്ത ഞാനും നിങ്ങളും കർത്താവിലേക്ക് തിരിഞ്ഞ തിരിവല്ലേ നമ്മളെ ഇവിടെ എത്തിച്ചേ? ആണോ? മക്കളെ, യഥാർത്ഥ തിരിവെന്താണെന്നറിയോ? യഥാർത്ഥ ബ്ലസ്സിങ് എന്നാണെന്നറിയോ? ഭൗതികമായതെല്ലാം ഉണ്ടെങ്കിലും നിനക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? യഥാർത്ഥ അനുഗ്രഹം എന്നാന്നറിയോ മക്കളെ? ദൈവത്തോടുള്ള നിന്റെ വ്യക്തിപരമായ ബന്ധമാണ്. അച്ഛാ, അമ്മാമേ, നീ കിണറ്റി ചാടാൻ പോയപ്പോൾ നിനക്ക് ഈ ദൈവം നല്ലവനായിരുന്നു, എൽഷദായി നല്ലതായിരുന്നു. തൂങ്ങിച്ചാവാൻ നീ കയറെടുത്തപ്പോഴും വിഷമടിക്കാൻ നീ ഓടിയപ്പോഴും നിനക്ക് പാസ്റ്റും സഭയും അനുഗ്രഹമായിരുന്നു. എന്തൊക്കെയോ കുറെ ഭൗതിക പൊട്ടിപ്പോകുന്ന വണ്ടിയും പെരുവെള്ളം ഒന്ന് ഒഴുകി വന്നാൽ ഒലിച്ചു പോകുന്ന വീടും ഒക്കെ ജീവിതത്തിൽ വന്നപ്പോ സകലതും മറന്ന് അഹങ്കരിക്കുന്ന വ്യക്തിയെ നീ ദൈവത്തിലോട്ട് തിരിച്ചു വരാൻ കർത്താവ് നിന്നെ അറിയിക്കും. എന്താ? ശരിയല്ലേ? ശരിയല്ലേ? കടം മേടിക്കാൻ വരുമ്പോ കടം കൊടുക്കുന്നവൻ ചക്കരയായിരുന്നു. കടം വാങ്ങിയ പൈസ തിരികെ ചോദിക്കാൻ ചെന്നപ്പോൾ അവൻ ശത്രുവായി. ശരിയാണോ? അനുഭവിച്ചിട്ടുള്ളവരുണ്ടോ? മര്യാദയ്ക്ക് ജീവിച്ചോ, അല്ലെ ഇനി അനുഭവിക്കേണ്ടി വരും. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെയും വെല്ലുവിളികളുടെയും വ്യക്തിപരമായ കാര്യസാധ്യത്തിനും വേണ്ടിയുള്ള അന്വേഷണങ്ങളുടെ നടുവിൽ, പ്രാർത്ഥനകളുടെ നടുവിൽ ഒരു മനഃശാന്തി കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ, ഒരു പിടിവള്ളി പോലെ ദൈവം നിനക്ക് എറിഞ്ഞു തന്ന ദൈവവചനവും ദൈവപുരുഷന്റെ പ്രാർത്ഥനയും സഭയുമൊക്കെ നിനക്കൊരിക്കൽ മനോഹരമായിരുന്നു. നിന്റെ നിലനിൽപ്പ് അവിടെ ആയിരുന്നു. പക്ഷെ ഇന്ന് എവിടുന്നൊക്കെയോ നിനക്ക് കുറച്ച് കുത്തൻ കിട്ടിയപ്പോ നീ സകലതും മറക്കുന്നതിന്റെ പേരാണ് അഹങ്കാരം. അഹങ്കാരം, അഹങ്കാരം. അതിന്റെ പേരെന്താ? ചൂടുറക്കെ പറഞ്ഞേ. ദേണ്ട ഈ പിള്ളേർ ഓളിയം കൂട്ടുന്നത് പോലെ ഉറക്കെ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, അരുത്. നല്ലതല്ലത്. തമ്പുരാൻ എത്ര ഉയർത്തിയാലും തൊഴി കൈയോടെ പറയാം, ഒന്ന്, നീ വന്ന വഴി മറക്കരുത്. രണ്ട്, നിനക്കൊരു ഗ്ലാസ് വെള്ളമെങ്കിലും ഒരിക്കലെങ്കിലും കുടിക്കാൻ തന്നവനെ നീ കുതികാല് വെട്ടരുത്. നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന്. അത് കറക്റ്റ് ഗോൾ പോസ്റ്റിൽ കയറുന്നുണ്ട്. അത് മെസ്സി അടിച്ചതുപോലെ കയറുന്നുണ്ട്. നല്ല കറക്റ്റായിട്ട് പോയി കയറുന്നുണ്ട്. അതെല്ലാം അത് നിങ്ങളുടെ ഗോൾ പോസ്റ്റാണ്. അതിന് തുറന്നു കിടക്കുന്നെങ്കിൽ ആ പന്ത് ഇപ്പൊ നിങ്ങളുടെ നെഞ്ചത്തിരിപ്പുണ്ട്. അതിപ്പോ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ നിരപരാധിയാണല്ലോ എന്ന്. അല്ല, ഇത് കറക്റ്റ് ഗോൾ പോസ്റ്റ് ഓപ്പൺ ആണ്. ഞാൻ ഇവിടെ പരിശുദ്ധാത്മാവ് ഗോൾ അടിക്കുകയല്ലേ, കറക്റ്റായിട്ട് പോയി പെനാൽറ്റി ഷൂട്ട് കയറുന്നുണ്ട്. അത് പോയിട്ടുണ്ട്. അതിപ്പോ കേട്ട വ്യക്തി നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്നെ കാത്തോണേ. പിന്നെ വെറുതെ ആണെന്ന് കരുതിയോ? ദൈവവചനം ഭയങ്കര വിവേചിക്കും. എൻ്റെ മെസ്സേജ് ഇല്ലാത്ത ഭാഗമാണ് കയറി വന്നേ.
ഈ വചനത്തിന്റെ പ്രത്യേകത അറിയോ? അത് ആത്മാക്കളെ വിവേചിക്കും, ഭയങ്കരമായിട്ട് വിവേചിക്കും. എൻ്റെ മെസ്സേജിൽ ഇല്ലാത്തൊരു ഭാഗം കയറി വന്നെങ്കിൽ അത് കൃത്യമായിട്ടും ആരോടോ ഉള്ള ദൈവത്തിന്റെ സന്ദേശമാണ്. അതിങ്ങനെ ചെവി കൂടെ കേട്ട് കളയാതെ നെടുമ്പാട് വീണ് ഏറ്റു പറഞ്ഞ് ദൈവത്തിന്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കണം. വയലിൽ വെച്ചൊരു മിസ്രൈമിനെ കണ്ടു. ദാവീദിന്റെ അടുക്കൽ കൊണ്ടു ചെന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു, കുടിക്കാൻ വെള്ളവും കൊടുത്തു. അവൻ ഒരു കഷ്ണം ആത്തിയുടെയും 2 ഉണക്കമുന്തിരിങ്ങ കുലയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിർ വീണു. 3 രാവും 3 പകലും ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. ദാവീദ് അവനോട്, നിങ്ങൾ എന്തെങ്കിലും പിടികിട്ടുന്നോ? ഒന്നും മനസ്സിലായില്ലല്ലേ? പക്ഷെ ഇവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മൾ തിയോളജി പറഞ്ഞിട്ട് കാര്യമില്ല, കറക്റ്റായിട്ട് ഇവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. ഈ അമാലിയോക്യരുടെ ഇടയിലുള്ള ഒരുത്തൻ, അമാലിയോക്യർക്ക് സഹായിയായി നിന്ന ഒരുത്തൻ, സിക്ലാഗ് കത്തിക്കാൻ പന്തം കൊളുത്തിയ ഒരുത്തൻ, ഇപ്പൊ ദാവീദിന്റെ പാളയത്തിൽ വന്നിരുന്ന അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യുക. പിടികിട്ടിയോ? ഒരുത്തനങ്ങ് മനസ്സ് തിരിഞ്ഞു. കർത്താവ് കൊണ്ടുവരുന്നേ. ഈ കൂട്ടം കൂടി പണി ഒപ്പിക്കുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കൂട്ടം കൂടി പണി ഒപ്പിക്കുന്നവരെ, ഈ പണി ഒപ്പിക്കുന്നവന്റെ കൂട്ടത്തിൽ നിന്ന് ദൈവത്തിന്റെ പദ്ധതികളെ തകർക്കാനുള്ള പണിയാണ് ഇവൻ ഒപ്പിക്കുന്നതെങ്കിൽ, ഇവന്റെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഏതെങ്കിലും ഒരുത്തനെ പിരിച്ച് കർത്താവ് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് തത്ത പറയുന്നത് പോലെ എല്ലാം പറയും. ഇപ്പോഴാണോ ഇതൊക്കെ കേൾക്കുന്നേ? പറയും. സ്വത്രം ഭയങ്കര ദൈവം. അതുകൊണ്ട് ഇച്ചിരി കാര്യഗൗരവത്തോടെ വേണേ നിൽക്കാൻ. ആരോടും പറയല്ലേ അച്ഛാ അമ്മാമേ, അതൊക്കെ 3 റൗണ്ട് ഓടിക്കഴിഞ്ഞെന്നേ സാധനം. അതൊക്കെ എത്തേണ്ടടുത്ത് എത്തി. സ്വത്രം 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 സ്വത്രം. ഞാനൊരു മിസ്രൈമ്യ ബാലിക്കാരൻ, ഒരു അമാല്യോക്യന്റെ ഭൃത്യൻ. ആരുടെ ഭൃത്യനാ? ആരാ സിക്ലാഗ് കത്തിച്ചേ? അമാല്യോക്യൻ. ദാവീദിന്റെ എല്ലാ നന്മകളും എടുത്തോണ്ട് പോയ ആരാ? ഇപ്പൊ ദാവീദിന്റെ അടുത്തിരുന്ന് അപ്പം തിന്നുന്ന ആരാ? അമാല്യോക്യന്റെ ഭൃത്യൻ. സ്വത്രം സ്വത്രം. 3 ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചത് കൊണ്ട് എൻ്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു. പുള്ളിക്ക് ഇപ്പം പഴയതുപോലെ ഒന്നും മേലാത്തോണ്ട് പുള്ളിയെ അമാല്യോക്യരെ കളഞ്ഞു. ഞങ്ങൾ ക്രേത്യരുടെ തെക്കനോടും യഹൂദ്യാദേശവും കാലേബിന്റെ തെക്കേതും ആക്രമിച്ച് സിക്ലാഗ് ഞങ്ങൾ തീ വെച്ച് ചുട്ടുകളഞ്ഞു. സിക്ലാഗ് തീ വെക്കുന്ന കൂട്ടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ഉടനെ ദാവീദ് അവനോട്, ആ പരീക്ഷയുടെ അടുക്കിലേക്ക് നീ വഴി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു. മോനെ, ഓക്കെ, ദാവീദ് ആരാന്നറിയാവോ? അഭിഷിക്തൻ. അപ്പൊ ദാവീദ് എന്ന് പറയുന്നത് ഒരു ചെറിയ ആളല്ല. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴും വെളിപ്പാട് പുസ്തകം വ്യക്തമാക്കുന്ന ഒരു സത്യമുണ്ട്, വ്യക്തമാക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവൻ. ദാവീദ് ഒരു സാധാരണ ആളല്ല, ഭയങ്കര ധൈര്യശാലിയായ ഒരു അഭിഷിക്തനാണ്. ഇറ്റ്സ് എ ബോൾഡ് പേഴ്സൺ. ദൈവത്തിന്റെ മുമ്പിൽ മാത്രം കരയുന്ന മനുഷ്യൻ. തൻ്റെ മകൻ തന്നെ ഉപദ്രവിക്കുമ്പോൾ തലയിൽ മുണ്ടിട്ട് തുണിയിട്ട് പൂഴിമണ്ണ് മേളിലോട്ട് വാരിയെറിഞ്ഞ് നിലവിളിച്ച ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞ മനുഷ്യൻ. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാകണം. നിന്റെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്നവന്റെ മുമ്പിൽ നീ കരയരുത്, കരയരുത്. അത് അവന് കുറച്ചുകൂടെ എൻജോയ്മെന്റ് ആണ്. അയ്യോ എന്നൊക്കെ പറഞ്ഞാലും അവന്റെ മനസ്സ് നല്ലവണ്ണം സന്തോഷിക്കുന്നുണ്ട്.
ഞാൻ ആ പറഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ പറയാം. സിംഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ഒറ്റയ്ക്ക് വരും, അവൻ ഒറ്റയ്ക്ക് ഇര പിടിക്കും, അവൻ ഒറ്റയ്ക്ക് നിൽക്കും. ഒരു സിംഹത്തെയും ഒരു കാട്ടിൽ ഇലക്ഷന് നിർത്തി രാജാവാക്കിയിട്ടില്ല. ഒറ്റ സിംഹത്തെ വോട്ടിട്ട് ജയിപ്പിച്ചിട്ടില്ല. സിംഹം രാജാവാണെന്ന് കാട് മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കാരണം സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അതാണ്. ഞാൻ അതാ പറഞ്ഞു വരുന്നത്. ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാലും കർത്താവിന് വേണ്ടി ചങ്ക് നെറ്റിയും കൊടുത്ത് നിൽക്കണം. മുടക്കുന്നവൻ മുടക്കട്ടെ, എതിർക്കുന്നവൻ എതിർക്കട്ടെ, പരിഹസിക്കുന്നവൻ പരിഹസിക്കട്ടെ. ഇനിയും നിനക്ക് എന്തേലും പറയാനുണ്ടെങ്കിൽ നീ അതുകൂടെ പറഞ്ഞോ. ഇനിയും നിനക്ക് എന്തെങ്കിലും എഴുതി പിടിപ്പിക്കാനുണ്ട്, നീ അതുകൂടെ പിടിപ്പിച്ചോ. ഇനിയും നിനക്ക് എന്തെങ്കിലും പ്രചരിപ്പിക്കാനുണ്ടെങ്കിൽ അതുകൂടെ പ്രചരിപ്പിച്ചോ. പക്ഷെ ഞങ്ങൾ പിടിക്കേണ്ടത് പിടിച്ചിരിക്കും, എത്തേണ്ടടുത്ത് എത്തിയിരിക്കും. പിടികിട്ടിയോ? ഓക്കെ. ദാവീദ് ചോദിക്കുന്നു, ആ പരീക്ഷയുടെ അടുക്കിലേക്ക് പോകാനുള്ള വഴിയൊന്ന് കാണിച്ചു തരാവോ? അതിനവൻ പറയാം, നീ എന്നെ കൊല്ലാതിരുന്നാൽ, യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കാതിരുന്നാൽ, ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ഞാൻ നിനക്ക് വഴി കാണിച്ചു തരാം. 17-ാമത്തെ വാക്യം എന്നാ ഭാഷേ? ദാവീദ് അവരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു. ഒട്ടകപ്പുറത്ത് കയറി ഓടിച്ചു പോയ 400 ബാല്യക്കാരല്ലാതെ അവരിൽ ഒരുത്തിനും ഒഴിഞ്ഞു പോയില്ല. അമാലിയോക്യർ അപഹരിച്ചു കൊണ്ട് പോയതൊക്കെയും ദാവീദ് വീണ്ടു കൊണ്ടു. അവൻ തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. ഇനി 19-ാമത്തെ വാക്യം സ്വീകരിച്ചോണം. അവർ അപഹരിച്ചു കൊണ്ട് പോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ, കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കി പിടിച്ചു. എന്തിനാ കർത്താവ് ഇന്ന് ഈ സന്ദേശം തന്നതെന്ന് ഞാൻ പറയാൻ പോവാം. എന്തെല്ലാം അപഹരിച്ചു കൊണ്ടുപോയോ, ചെറുതോ വലുതോ, അതങ്ങ് പോട്ടെ, അതല്ല, ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ, കൊള്ളയിട്ടതോ, യാതൊന്നും കിട്ടാതിരുന്നില്ല. കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? വല്ലതും പിടികിട്ടുന്നോ നിങ്ങൾക്ക്? പത്ത് കൂട ഓറഞ്ച് എടുത്തോണ്ട് പോയവന് ഇത്ര ആൾക്കാരില്ലേ, തിരിച്ചു പിടിക്കാൻ പോകുമ്പോൾ 10 കൂടയും കിട്ടണമെന്ന് നിർബന്ധമുണ്ടോ? ചെന്ന് നോക്കുമ്പോൾ ഓറഞ്ചിന്റെ തൊലി മാത്രമേ ഉള്ളെങ്കിലോ? എന്നാ മിണ്ടാത്തെ? പിടിച്ചോണ്ട് പോയ ചിലതിനെ അങ്ങ് കൊന്നു കളഞ്ഞായിരുന്നെങ്കിലോ? എല്ലാരെയും കിട്ടണമെന്നുണ്ടോ? പറ. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടില്ലേ, വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോയ മോഷ്ടാവ് അത് മൊത്തം അഴിച്ച് പല പീസാക്കി വിറ്റെന്നൊക്കെ. ഫുള്ള് കിട്ടണമെന്നുണ്ടോ? 1 ലക്ഷം രൂപ അടിച്ചുകൊണ്ട് പോയവനെ പോലീസ് പിടിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് 1 ലക്ഷം രൂപയും കിട്ടണമെന്നുണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് അവ 50,000 പൊട്ടിച്ചു. പക്ഷെ ഇവിടെ ആ പദം ശ്രദ്ധിച്ചോ, യാതൊന്നും കിട്ടാതിരുന്നില്ല. അതെന്നാ? ഒന്നും നഷ്ടപ്പെടാഞ്ഞ ഒന്നും നഷ്ടപ്പെടാഞ്ഞതിന്റെ കാരണം ബിഹൈൻഡ് ദ സ്ക്രീൻ, തിരശ്ശീലയ്ക്ക് പിറകിൽ നിന്ന ഒരു വാഗ്ദത്തമാണ്. എന്താ ഷിജനെ വാഗ്ദത്തം? എന്തോ വാഗ്ദത്തം? നീ നിശ്ചയമായും എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും. നീ സകലവും വീണ്ടുകൊള്ളുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ ഒരെണ്ണം നിനക്ക് നഷ്ടമാകാൻ ദൈവം അനുവദിക്കുകയില്ല.
ധൈര്യം ഉണ്ടാകട്ടെ, ധൈര്യം ഉണ്ടാകട്ടെ, ഭയങ്കര ധൈര്യം ഉണ്ടാകട്ടെ. കർത്താവിനോട് പറയണം, കർത്താവേ, എൻ്റെ സംശയങ്ങളെ എന്നോട് ക്ഷമിക്കണേ. 153 വലിയ മത്സ്യത്തെ അപ്പോസ്തലന്മാർ പിടിച്ചിട്ടും അത്രയുണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ? സ്തോത്രം. എന്താ നെറ്റ് പൊട്ടി മീൻ ഇറങ്ങി പാഞ്ഞ്? പത്രോസ് ആദ്യം മീൻ പിടിച്ചപ്പോ വല കീറാറായി എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. അതിനേക്കാൾ വലിയ മീൻ ഈ വലയിൽ കയറിയിട്ട് 153 വലിയ മത്സ്യം കയറിയിട്ട് ഈ നെറ്റ് എന്താ പൊട്ടാഞ്ഞേ? എന്താ പൊട്ടാഞ്ഞേ? കാരണം യേശുവാ പറഞ്ഞത് ആഴത്തിലേക്ക് വലയിറക്കാൻ. കർത്താവാ തന്നതെങ്കിൽ ഒരെണ്ണ ഇറങ്ങിപ്പോകാൻ. അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഓ, ദാവീദേ, സിക്ലാഗ് നിന്റെയാ, നീ പിടിച്ച പട്ടണ. നിന്റെ കണ്ണുനീരും നിന്റെ അധ്വാനമാ, നിന്റെ പ്രാർത്ഥനയും നിന്റെ നിയോഗമാ. നിന്റെ ടെറിട്ടറിക്കകത്ത് കയറി നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളെ സൈഡേ കൂടെ കൊണ്ടുപോകാൻ ഒരു ശത്രുവിന് കഴിയത്തില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അതിനെ മുഴുവൻ ഇന്ന് പകൽ ഞങ്ങൾ ആത്മാവിൽ തിരിച്ചു പിടിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകലത്തെ മടക്കി പിടിക്കുകയാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ആരോഗ്യത്തെ മടക്കി പിടിക്കുകയാണ്, ആ സമ്പത്തിനെ മടക്കി പിടിക്കുകയാണ്, ആ ആത്മീക അനുഗ്രഹത്തെ മടക്കി പിടിക്കുകയാണ്, ആ തലമുറയെ മടക്കി പിടിക്കുകയാണ്, ആ സൗഖ്യത്തെ മടക്കി പിടിക്കുകയാണ്, ആ ശരീരത്തിന്റെ കൽപ്പിനെ മടക്കി പിടിക്കുകയാണ്. ആ ദാവീദിനെ പോലെ അങ്ങോട്ട് നിന്നേ, ധൈര്യപ്പെട്ടെ, അങ്ങോട്ട് ബലപ്പെട്ടെ, അങ്ങോട്ട് ഇറങ്ങി തിരിച്ചേ, അങ്ങോട്ട് പിന്തുടർന്നേ, അങ്ങോട്ട് പിടിച്ചെടുത്തേ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ആ നിന്റെ വീട്ടിനകത്തുള്ള എല്ലാ എണ്ണവും രക്ഷിക്കപ്പെടണം. നിന്റെ ഭവനത്തിൽ, നിന്റെ രക്തബന്ധത്തിൽ, നിന്റെ കുടുംബത്തിൽ നിൽക്കുന്ന മുഴുവൻ എണ്ണത്തെയും പരിശുദ്ധാത്മാവ് തൊടണം. എടുത്ത് നിന്റെ പ്രാർത്ഥനാ മുറിയിലോട്ടൊന്ന് കയറിയേ. ഇന്ന് പകൽ നീ ആത്മാവിലൊന്ന് ജാഗരിച്ചേ. യേശുവിന്റെ നാമത്തിൽ നഷ്ടങ്ങളെ കണ്ടോണ്ടിരിക്കാതെ, പ്രതിസന്ധികളെ നോക്കിക്കൊണ്ടിരിക്കാതെ ഒന്ന് പ്രാർത്ഥിച്ചേ. ഗോലിയാത്തിനെ വീഴ്ത്തിയവൻ, സിംഹത്തെ വലിച്ചു കീറിയവൻ, കരടിയുടെ പല്ല് പൊഴിച്ചവൻ, ഇന്ന് പകൽ നിന്റെ കരത്തിന് ബലം തരിക. തീർന്നില്ല. ഇത് മുഴുവൻ എല്ലാവരും എഴുന്നേറ്റ് നിന്നോ. നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാ. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. അവിടെ പാസ് വായിക്കുന്നതും കൂടെ അങ്ങ് ശ്രദ്ധിച്ചോ. സ്ക്രീനിലോട്ട് നോക്കിക്കോ. സകലത്തെയും മടക്കി കൊണ്ടുവന്നു. യാതൊന്നും കിട്ടാതിരുന്നില്ല. ഉള്ളത് മതി അങ്ങനല്ല, ഉള്ളത് മതി അങ്ങനല്ല, ആ കിട്ടുന്നത് മതി അതുമല്ല. എന്റെ പോർഷൻ എന്റെ കയ്യിൽ വന്നിരിക്കണം. എനിക്ക് ദൈവം ഒരുക്കി വെച്ച ഒന്നിനെയും തടയാൻ ഞാൻ ഒന്നിനെ അനുവദിക്കില്ലെന്ന് തീരുമാനിക്കണം.
ഒരുത്തന്റെയും വാക്കുകളുടെ മുമ്പിൽ, ഒരു വ്യക്തികളുടെയും ഡിസ്കറേജിന്റെ മുമ്പിൽ, വീണുപോയ ഒരു ശൗലിമാരുടെയും ആരോപണങ്ങളുടെ നടുവിൽ അടിപതറാനുള്ളവനല്ല നീ തിരിച്ചു പിടിക്കാനുള്ളവനാണ്. വിട്ടുകൊടുത്തോ. സിക്ലാഗ് അമോലിയക്കാർ കൊണ്ടുപോട്ടെ. പക്ഷെ ദാവീദുമാർ അങ്ങനെയല്ല, അഭിഷിക്തന്മാർ അങ്ങനെയല്ല, പ്രാർത്ഥിക്കുന്നവൻ അങ്ങനെയല്ല, ഏഫോദിട്ടവൻ അങ്ങനെയല്ല, യഹോവയിൽ ബലപ്പെടുന്നവൻ അങ്ങനെയല്ല. അവനൊരു തീരുമാനമുണ്ട്, അവനൊരു നിശ്ചയമുണ്ട്, അവനൊരു ഉറപ്പുണ്ട്, അവന്റെ അകത്തൊരു ബലമുണ്ട്. കർത്താവേ, അങ്ങിൽ ഇവർ ബലപ്പെടട്ടെ. ജിജി പാസ്റ്ററെ, ഇത് മുഴുവൻ കൊണ്ടുവന്നേച്ചേ. ദാവീദ് എവിടെ തിരിച്ചു വന്നെന്നറിയോ? 26-ാമത്തെ വാക്യം തൊട്ട് വായിച്ചോ. സിക്ലാഹിൽ തിരിച്ചു വന്നു. വന്നിട്ട് എന്നാ ചെയ്തു? യഹൂദ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയൊരു അംശം കൊടുത്തയച്ചു. മൊത്തം തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇനി ഇപ്പം ഗിഫ്റ്റ് കൊടുക്കുക. ആ ഗിഫ്റ്റ് കൊടുപ്പ് വായിച്ചോ. ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു. ഗിഫ്റ്റ് കൊടുപ്പാണ് സമ്മാനം. പിന്നെ ബദേലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യഥീരിലുള്ളവർക്കും അരോവേരിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തമോവയിലുള്ളവർക്കും രാഖാലിലുള്ളവർക്കും നാട്ടുകാരെ മുഴുവൻ വിളിച്ചിരിക്കുക. രാജാവ് അനൗൺസ്മെന്റ് ഇട്ടിരിക്കുക, മുഴുവൻ ആൾക്കാരും പോന്നേക്കാൻ. ഇനി 29-ാമത്തെ വാക്യം. ഏരഹമേലിയരുടെ പട്ടണങ്ങളിലുള്ളവർക്കും പട്ടണത്തിലുള്ളവർക്കും കേനീറിന്റെ പട്ടണങ്ങളിലുള്ളവർക്കും ഹോർമായിലുള്ളവർക്കും സകലർക്കും കോറാശാനിൽ ഉള്ളവർക്കും അദാക്കിലുള്ളവർക്കും ഹെബ്രോനിലുള്ളവർക്കും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു. ഒരുത്തൻ പ്രാർത്ഥിച്ചു പിടിച്ചു, എല്ലാവരും കൂടെ അനുഭവിച്ചു. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ, നീ ഒരു വ്യക്തി നിമിത്തം നിന്റെ പട്ടണം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഈ പട്ടണത്തിലുള്ള ആരെങ്കിലും എന്തെങ്കിലും ചെയ്തേച്ചാന്നോ? സമ്മാനം കിട്ടിയപ്പോ എല്ലാവർക്കും ദാവീദ് കൊടുത്തു. നിങ്ങളുടെ കൈ ഒന്ന് ഉയർത്തി പിടിച്ചേ. ഞാൻ ഈ കരത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ എൻ്റെ വാ കൊണ്ട് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ദൈവത്തിൽ നിന്ന് നീ പ്രാപിച്ചെടുത്തത്, പൈശാചിക മണ്ഡലം എടുത്തുകൊണ്ടുപോയത് നീ തിരിച്ചു പിടിച്ചത്, ഈ കരങ്ങൾ കൊണ്ട്, നിന്റെ അധരം കൊണ്ട് പലർക്കും നീ വിളമ്പാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആ കരങ്ങളെ ഞാൻ അങ്ങോട്ട് അനുഗ്രഹിക്കുകയാണ്. നിന്നെ കളിയാക്കിയവർക്ക് നീ വിളിച്ചു കൊടുക്കും, നിന്നെ പരിഹസിച്ചവർക്ക് നീ വിളിച്ചു കൊടുക്കും, നിന്റെ കുടുംബക്കാർക്ക് നീ വിളിച്ചു കൊടുക്കും, നിന്റെ തലമുറകൾക്ക് നീ വിളിച്ചു കൊടുക്കും, നിന്റെ മാതാപിതാക്കൾക്ക് നീ വാരി വിതറും. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥിച്ചവൻ ജയിക്കും, ഏഫോദിട്ടവൻ ജയിക്കും, ദൈവശബ്ദം കേട്ടവൻ ജയിക്കും. യേശുവിന്റെ നാമത്തിൽ ഏഫോദിട്ടവൻ ജയിക്കും, പ്രാർത്ഥിച്ചവൻ ജയിക്കും, യഹോവയിൽ ബലപ്പെട്ടവൻ ജയിക്കും, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്നവൻ അവൻ ജയിക്കും. ഓ, കൈ അടിച്ചു കർത്താവിനെ സ്തുതിച്ചേ.